രണ്ടുപേരും കൂടെ എവിടെ പോയിട്ടുള്ള വരവാ? ഞങ്ങളങ്ങും പോയില്ല. പുറത്ത് വെറുതെ കാറ്റോട് നിൽക്കുമായിരുന്നു. ഓ, നുണ പറയല്ലേ. നിങ്ങൾ രണ്ടുപേരും ഈ ഏരിയയിലെങ്ങും ഇല്ലായിരുന്നു, അതെനിക്ക് ഉറപ്പാ. നിങ്ങളെ രണ്ടുപേരെയും പിടിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ നിന്നത്. വന്നല്ലോ. ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമല്ലായിരുന്നല്ലോ. ഇപ്പതാ കള്ളിയെയും കള്ളനെയും കൈയോടെ പിടിച്ച് മുമ്പിൽ കൊണ്ട് തന്നിട്ടുണ്ട്. അയ്യോ, എന്തൊക്കെയാ അങ്കിളീ പറയുന്നേ? എന്ത് കള്ളത്തരാ ഞങ്ങൾ രണ്ടുപേരും കാണിച്ച്? അയ്യോ ദുർഗെ, അഭിനയിക്കല്ലേ. കിര, അഭിനയിക്കല്ലടാ മോനെ. കേട്ടാ? പിന്നെ ഈ അഭിനയൊക്കെ നീ ഏതെങ്കിലും സീരിയലിൽ പോയി അഭിനയിച്ചാൽ നിനക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങളെ രണ്ടെണ്ണത്തിന്റെ ഒരൊറ്റ കള്ളത്തരവും നടക്കത്തില്ല. എന്താ ഇവിടെ പ്രശ്നം? എന്താ സഹദേവ, എന്തിനാ നീ ഇവരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഓ എന്റെ മഹിയേട്ടാ, ഇവർ ഈ രാത്രി ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയതായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ട് രണ്ടെണ്ണത്തിന് ഒരു മറുപടി പോലും ഇല്ല. നോക്ക്, കള്ള ലക്ഷണം. സത്യാണോ ദുർഗെ? നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? അത് പറ. അല്ല ചേച്ചി, ഞാനും കിരണും പുറത്തുനിന്ന് കാറ്റ് കൊള്ളുമായിരുന്നു. കാറ്റാ? ആഹാ, ഇവിടെ എങ്ങും കാറ്റില്ല, ഇവിടെ എങ്ങും ഫാനില്ല. കള്ളത്തരം, ഫുൾ കള്ളത്തരം. രണ്ടും കൂടി രാത്രി എവിടെയോ പോയിട്ട് ഒളിച്ചു വന്നിരിക്കുകയാണ്. അയ്യോ അല്ല, ചെറിയച്ഛൻ പറഞ്ഞത് എന്തായാലും സത്യമായിരിക്കും. ഇവർക്ക് രണ്ടിനും പണ്ട് തന്നെ ഈ ഒളിച്ചു നടത്തൊക്കെ പതിവുള്ളതാ. കേട്ടാ? പണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിരുന്നിരിക്കും, പക്ഷേ ഈ വീട്ടിൽ ഈ പരിപാടി പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. എന്തിനാ മറ്റുള്ളവരെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്? നിങ്ങൾ പുറത്തേക്ക് മതിൽ ചാടി പോകുന്നത് ഞാൻ കണ്ടതാണ്. അയ്യോ, കണ്ടാ? കണ്ടാ കണ്ടാ, രണ്ടെണ്ണം മിണ്ടായിക്കുന്നുണ്ട. കള്ള ലക്ഷണമാണ്. കിരൺ, ദുർഗ, നിങ്ങളെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നേ. ആ വിശ്വാസം നിങ്ങൾ തകർക്കരുത്. എന്നോട് നിങ്ങൾ കള്ളം പറയരുത്. ഞങ്ങള് പുറത്ത് പോയിരുന്നു. കണ്ട കണ്ട, ഇപ്പൊ എങ്ങനുണ്ട് എങ്ങനുണ്ട്? ഇതിനെല്ലാം ഉത്തരവാദി പൂർണിമയാണ്.